ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹീറ്റ് ഇക്വേഷൻ്റെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. സോൾവ് ദ ഇക്വേഷൻ ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ വിത്ത് ബൗണ്ടറി കണ്ടീഷൻസ് യു ഓഫ് എക്സ് സീറോ ഈക്വൽ ടു 3 sin n pi x, u of 0t equal to 0 and u of 1t is equal to 0 where 0 less than x less than 1. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും? തന്നിരിക്കുന്ന ഇക്വേഷനിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ റോഡിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത് എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? എങ്ങനെ കണ്ടുപിടിക്കുക? ഇനീഷ്യൽ കണ്ടീഷൻ, അതായത് 0t-യിൽ 0 ആണ്, u of LT-യിൽ 0 ആണ്, എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. അത് മാക്സിമം എത്രയാണ്? 1 ആണ്. അപ്പോൾ 0 to 1 വേരി ചെയ്യുന്നതുകൊണ്ട് ലെങ്ത് L എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആണ്. അപ്പോൾ ഈ ലെങ്ത് L ഈക്വൽ ടു 1 എന്നുള്ളത് നമ്മുടെ തൊട്ട് പ്രീവിയസ് കേസിൽ കൺസിഡർ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്യേണ്ടത് എന്താ? ഇവിടെ C ഈക്വൽ ടു എത്രയാണ്? C ഈക്വൽ ടു 1 ആണ്. കാരണം എന്താ? നമ്മൾ ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു C സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാണ്. ഇവിടെ ഇപ്പോൾ എന്താ ഉള്ളത്? ഇവിടെ ജസ്റ്റ് സി എന്ന് പറഞ്ഞ ടേം ഇല്ല. ദാറ്റ് മീൻസ് സിയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രോബ്ലം തുടങ്ങുന്നതിന് മുന്നേ മനസ്സിലാക്കാം. സോ നമുക്കറിയാം ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തന്നിരിക്കുന്നത് ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. അതാണ് ബ്രാക്കറ്റിൽ കാരണം എഴുതി വെക്കുക. സി ഈക്വൽ ടു എത്രയാണ്? 1 ആണ്. ജനറലി നമ്മൾ പഠിക്കുന്നതിൽ സി ഉണ്ടാവും, പക്ഷേ ഇവിടെ സി ഈക്വൽ ടു 1 ആയിട്ടുള്ളൊരു ഹീറ്റ് ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ദെൻ നമ്മൾ രണ്ട് കണ്ടീഷൻസ് എഴുതി വെക്കുക. യു ഓഫ് എക്സ് സീറോ എന്ന് പറയുന്നത് 3 sin n pi x, അതുപോലെ യു ഓഫ് 0t യു ഓഫ് LT, ഇത് രണ്ടുമാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുക? നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ. ഇത് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്നതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. ഇതാണ് ഈ രണ്ടെണ്ണമാണ്, 3ഉം 4ഉം ആണ് ബൗണ്ടറി കണ്ടീഷൻ. ദെൻ നമ്മൾ എന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ ഓർമ്മിക്കുക. ഇത് ഇനീഷ്യൽ കണ്ടീഷൻ. ദെൻ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നമ്മളെ ഇക്വേഷൻ്റെ, അതായത് ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിൽ ജനറൽ സൊല്യൂഷൻ 3 എണ്ണമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ 3 എണ്ണത്തിൽ ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സൈനും കോസും ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷനാണ്. അതായത് C1 കോസ് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു C1 കോസ് പി എക്സ് പ്ലസ് C2 സൈൻ പി എക്സ് ഇൻറ്റു ഇ പവർ മൈനസ് പി സ്ക്വയർ എൻ സ്ക്വയർ പി സ്ക്വയർ ടി ആണ്. അത് സി ഈക്വൽ ടു എന്താണ്? സി സ്ക്വയർ പി സ്ക്വയർ ടി ആണ്. അവിടെ സി ഈക്വൽ ടു 1 ആയതുകൊണ്ട് മൈനസ് പി സ്ക്വയർ ടി. കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, സോ ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ കണ്ടീഷനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താ? യു ഓഫ് 0t ഈക്വൽ ടു 0. അത് ഈ ഇക്വേഷനിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് ഇക്വേഷൻ 5 എന്ന് വിളിക്കുന്ന വിചാരിക്കാം. ദെൻ നമ്മൾ യു ഓഫ് 0t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0t എന്ന് പറയുമ്പം ഇവിടെ കൊടുക്കുക 0t. ദാറ്റ് മീൻസ് നമുക്ക് എന്താവും? C1 കോസ് പി ഇൻറ്റു 0 അല്ലേ, പ്ലസ് C2 സൈൻ പി ഇൻറ്റു 0 ഇൻറ്റു ഇ പവർ മൈനസ് പി സ്ക്വയർ ടി. ഇവിടെ C1 ഇൻറ്റു, ഇപ്പോൾ നോക്കുക, C1 കോസ് പി ഇൻറ്റു 0 പ്ലസ് C2 സൈൻ പി 0 ഇൻറ്റു ഇ പവർ മൈനസ് പി സ്ക്വയർ ടി. കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. സോ C1 ഇൻറ്റു 1 C1, C2 ഇൻറ്റു സൈൻ പി 0, സൈൻ 0 എത്രയാണ്? 0 ആണ്. സോ ഈ ടേം അങ്ങനെ പോയി. സോ റിമൈനിങ് പാർട്ട് എന്തേ ഉണ്ടാവുള്ളൂ? C1 ഇ പവർ മൈനസ് പി സ്ക്വയർ ടി. അതാണ് നമ്മൾ ഇവിടെ ജസ്റ്റ് എഴുതിയിരിക്കുന്നത്. യൂസിങ് ഇക്വേഷൻ 3 and 5, C1 ഇ സ്ക്വയർ ഇ പവർ മൈനസ് പി സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് മീൻസ് ഈ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല? 0 ആവില്ല. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നില്ല? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ടാവും, ഒരിക്കലും എന്ത് ചെയ്യില്ല? 0യിൽ ടച്ച് ചെയ്യില്ല. ഇതിന് ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ പോവുക ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത്രയൊന്നും ആലോചിക്കേണ്ട. ഒരിക്കലും ഇ പവറിൻ്റെ വാല്യൂ 0 ആവില്ല എന്ന് മനസ്സിലാക്കുക. സോ ഓൺലി പോസിബിലിറ്റി എന്തായേ പറ്റൂ? C1 0 ആയേ പറ്റൂ. ദെൻ C1 0 ആവുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ എങ്ങനെ മാറി? നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. C1 കോസ് പി എക്സ് പ്ലസ് C2 സൈൻ പി എക്സ് ഇൻറ്റു ഇ പവർ മൈനസ് പി സ്ക്വയർ ടി ആണ്. ഇതിൽ C1 0 ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ എന്താ? ഈ ടേം അങ്ങനെ തന്നെ ക്യാൻസലായി. ബാക്കി എന്തേ വരുള്ളൂ? C2 സൈൻ പി എക്സ് ഇൻറ്റു ഇ പവർ മൈനസ് പി സ്ക്വയർ ടി ആണ്. സോ അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. C2 യു ഓഫ് എക്സ് ടി ഈക്വൽ ടു C2 സൈൻ പി എക്സ് ഇ പവർ മൈനസ് പി സ്ക്വയർ ടി. അതിന് ഇക്വേഷൻ 6 എന്ന് വിളിക്കുന്നു. ദെൻ ഈ പറഞ്ഞ നമ്മളെ സെക്കൻഡ് കണ്ടീഷൻ എന്താ? യു ഓഫ് 1t ഈക്വൽ ടു 0. ഓർമ്മിക്കുക, LT അല്ല, എല്ലിന് വരെ ഇവിടെ എന്താണ്? 1 ആണ്. സോ 1t ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ദാറ്റ് മീൻസ് ഈ ഇക്വേഷനിൽ 1t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും?
എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. വിച്ച് ഇംപ്ലൈസ് എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്ന സമയത്ത് C2 എന്ത് വരും? സൈൻ P ഇൻറ്റു 1 അല്ലേ? സൈൻ P ഇൻറ്റു 1 e പവർ മൈനസ് പി സ്ക്വയർ ടി ആണ്. സോ P ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എന്ത് വരും? സൈൻ P വരും. സോ സൈൻ P ഇൻറ്റു C2 ഇൻറ്റു സൈൻ P ഇൻറ്റു ഇ പവർ മൈനസ് പി സ്ക്വയർ ടി ഈക്വൽ ടു 0. ഇതിൽ C2 0 ആയാൽ എന്താ സംഭവിക്കാൻ നോക്കുക. ഇഫ് C2 ഈസ് 0, C2 0 ആയിക്കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് 6 എന്ന് പറയുന്ന സൊല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്തായി പോകും? 0 ആവും. സോ C2 എന്തല്ല? 0 അല്ല. പിന്നെ 2 പോസിബിലിറ്റി, സൈൻ പിയും ഇ പവർ മൈനസ് പി സ്ക്വയർ ടിയും 0 ആവാം. പക്ഷേ ഇ പവർ മൈനസ് പി സ്ക്വയർ ടി 0 ആവില്ല എന്ന് നേരത്തെ ഞാൻ കേസ് പറഞ്ഞു. ദെൻ ഒരേ ഒരു പോസിബിലിറ്റി, സൈൻ പി എന്താവാം? 0 ആവാം. സൈൻ പി 0 ആണെങ്കിൽ പിയുടെ വാല്യൂ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സൈൻ 0, പൈ, മൈനസ് 2π, ഇതൊക്കെയാണ് നമ്മൾ സൈൻ്റെ വാല്യൂ 0 ആവുന്ന കേസസ്. അപ്പം പി ഈക്വൽ ടു എന്തായേ പറ്റൂ? nπ ആയേ പറ്റൂ. കുഴപ്പമില്ലല്ലോ? ക്ലിയർ? സോ പി ഈക്വൽ ടു nπ വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജനറൽ ഇക്വേഷൻ എങ്ങനെ മാറും? ജനറൽ ഇക്വേഷൻ 6 ആണ് നമുക്ക് ഇത്ര വരെ കിട്ടിയത്. അതിൽ പിയുടെ അൺനോൺ ആയിട്ടുള്ള പിയുടെ വാല്യൂ nπ എന്ന് കിട്ടി. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6 ഇംപ്ലൈസ് u of x ഈക്വൽ ടു C2 സൈൻ പിക്ക് പകരം n ഇൻറ്റു പൈ. സോ പി എക്സ് എന്ന് പറയുന്നത് n ഇൻറ്റു പൈ, പിയുടെ വാല്യൂ ഇൻറ്റു എക്സ് ഇ പവർ മൈനസ് പി സ്ക്വയർ ടി ആണ്. അതെന്തായിട്ട് മാറും? ഇ പവർ, ശ്രദ്ധിക്കണം, ഈ പറഞ്ഞിരിക്കുന്ന സൈൻ എൻ എക്സ് എന്ന് പറയുന്ന ഒരു ടേമും ബാക്കി ഇ പവർ മൈനസ് എൻ പൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന അടുത്ത ടേമാണ്. ഓക്കെ. സോ പിയുടെ വാല്യൂ ഇ പവറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇ പവർ മൈനസ് ഓഫ് എൻ പൈ ഹോൾ സ്ക്വയർ ടി. ഓക്കെ. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? യു ഓഫ് എക്സ് ടി ആണ്. യു ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എല്ലാ സൊല്യൂഷനും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന n = 1, 2, 3 എടുക്കുന്ന എല്ലാ സൊല്യൂഷനും എന്ത് തന്നെയാണ്? ഇതിൻ്റെ ജനറൽ സൊല്യൂഷനായിട്ട് വരും. സോ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യുക. സോ യു ഓഫ് എക്സ് ടി ഈക്വൽ ടു സിഗ്മ n = 1 to infinity bn ഇൻറ്റു എന്ത് വരും? bn ഇൻറ്റു സൈൻ n പൈ എക്സ് ഇ പവർ മൈനസ് n പൈ ഹോൾ സ്ക്വയർ ടി. ദെൻ നമ്മൾ അടുത്ത കണ്ടീഷൻ ഏതാ? നമ്മുടെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് കണ്ടീഷൻ ഏതാ? അത് നമ്മുടെ യു ഓഫ് എക്സ് സീറോ എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ സൈനിൻ്റെ ഫോമിലുള്ള ഒരു ഇക്വേഷനാണ് തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? 3 സൈൻ n പൈ എക്സ് ആണ് തന്നിട്ടുണ്ട്. സോ ആ കണ്ടീഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ. ഇറ്റ്സ് ഈക്വൽ ടു 3 സൈൻ n പൈ എക്സ് ആണ്. ഓക്കെ. സോ ആ വാല്യൂ നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്ന ജനറൽ ഇക്വേഷനിൽ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. എന്ത് വരും? 7 ഇംപ്ലൈസ്, ഇതാണ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത്. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ പറഞ്ഞ യു ഓഫ് എക്സ് ടി ഈക്വൽ ടു സിഗ്മ ബി എൻ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഇ പവർ മൈനസ് എൻ പൈ ഹോൾ സ്ക്വയർ ടിയിൽ എന്ത് കൊടുക്കുക? ടി ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരിക നോക്കാം. സോ യു ഓഫ് എക്സ് സീറോ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബി എൻ ഇൻറ്റു സൈൻ എൻ പൈ എക്സിന് വ്യത്യാസമില്ല. കാരണം എന്താ? ടിക്കാണ് നമ്മൾ 0 കൊടുക്കുന്നത്. സോ ഇൻറ്റു ഇ പവർ എൻ പൈ ഹോൾ സ്ക്വയർ ഇൻറ്റു 0 ആണല്ലോ. ഓക്കെ. അപ്പോൾ ഈ ഇ പവർ മൈനസ് എൻ പൈ ഹോൾ സ്ക്വയർ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ ഈ ടേം എന്തായി പോകും? ഇ പവർ 0. അത് ഇത് ഇൻറ്റു ഇ പവർ 0. ഇ പവർ 0 എന്ന് പറയുന്നത് എന്താ? 1 ആണെന്ന് നമുക്കറിയാം. സോ ഈ പറഞ്ഞിരിക്കുന്ന ടേം സിഗ്മ ബി എൻ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഇൻറ്റു ഇ പവർ 0 മീൻസ് 1 ആണ്. സോ എന്തായി? ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ 7 നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സിഗ്മ, ജസ്റ്റ് അത് മാത്രം എഴുതി വെക്കാം. സിഗ്മ ഓക്കെ യു ഓഫ് ഇതും കൂടി ഒന്ന് എഴുതി വെക്കാം. യു ഓഫ് എക്സ് സീറോ ഈസ് ഈക്വൽ ടു 3 സൈൻ എൻ പൈ എക്സ് ആണ്. അപ്പോൾ ആ കണ്ടീഷനിൽ കൊടുക്കുന്ന സമയത്ത് 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായി? ഇക്വേഷൻ 7 എന്ന് പറയുന്നത് n = 1 to infinity bn ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഇ പവർ 0 1 ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് അറിയാം? യു ഓഫ് എക്സ് സീറോ ആണ്. യു ഓഫ് എക്സ് സീറോ എന്ന് പറയുന്നത് എത്രയാണ്? 3 സൈൻ എൻ പൈ എക്സ് ആണ്. ഓക്കെ. ദെൻ ഇതിൽ നിന്ന് നമുക്ക് ബി എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടുന്ന ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം നോക്കുക, കോയിഫിഷ്യൻറ്റ് കമ്പയർ ചെയ്യല്ലേ അല്ലേ? ഇവിടെ ബി സൈനിൻ്റെ എൻ പൈ എക്സിന് മാത്രമേ എന്തുള്ളൂ? 3 എന്ന് പറഞ്ഞ കോയിഫിഷ്യൻറ്റ്. ഇപ്പോൾ എന്തുണ്ട്? സിഗ്മ ബി എൻ സൈൻ എൻ പൈ എക്സ്. അപ്പോൾ സൈൻ എൻ പൈ എക്സിൻ്റെ കൂടെ വരുന്ന കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബി എൻ ആണ്. സോ ബി എൻ എന്തായേ പറ്റൂ? ബി എൻ ഈസ് ഈക്വൽ ടു 3 ആയേ പറ്റൂ.
ഓക്കെ. സോ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് സിമ്പിളായി എന്ത് വരും, ബി എന്നിന് പകരം ജസ്റ്റ് 3 കൊടുക്കുക. യു ഓഫ് എക്സ് ടി ഈക്വൽ ടു 3 ഇൻറ്റു സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സൈൻ എൻ പൈ എക്സ് ഇൻറ്റു ഇ പവർ മൈനസ് ഓഫ് എൻ പൈ ഹോൾ സ്ക്വയർ ടി. ഇവിടെ ബി എന്നിൻ്റെ വാല്യൂ എടുത്തതിൽ കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ സൈൻ എൻ പൈ എക്സ് ഇപ്പറും ഉണ്ട്, സൈൻ എൻ പൈ എക്സ് ഇപ്പറും ഉണ്ട്. സോ രണ്ട് സ്ഥലത്തും സൈൻ എൻ പൈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആവണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സിഗ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക, നിങ്ങളിങ്ങനെ ഇതിന് ഓരോ ടേമായിട്ട് ഇങ്ങനെ എഴുതുന്ന വിചാരിക്കാം. സൈൻ പൈ എക്സ് പ്ലസ് ഇങ്ങനെയല്ല വരിക, ബി1 സൈൻ പൈ എക്സ്, ബി2 സൈൻ 2 പൈ എക്സ് എക്സെട്ര എന്ത് വരും, എക്സെട്ര ബി എൻ സൈൻ എൻ പൈ എക്സ് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ടങ്ങ് പോകും. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് സൈൻ പൈ എക്സിൻ്റെ ടേം ആർ എച്ച് എസിലില്ല, സോ ബി1 0. സൈൻ 2 പൈ എക്സിൻ്റെ വാല്യൂ ആർ എച്ച് എസിലില്ല, സോ ബി2ൻ്റെ വാല്യൂ 0. ആകെ ഉള്ളത് എന്താ, സൈൻ എൻ പൈ എക്സ് ആണ്, അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ബി എൻ ആണ്. സോ ആ ബി എൻ മാത്രമേ ഇവിടെ എന്താവുന്നുള്ളൂ, ഈക്വൽ ആവുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്തായിപ്പോവും, 0 ആയിപ്പോവും. സോ ഓൺലി ബി എൻ 3 ആയാൽ മാത്രമാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. സോ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതാണ് വരിക. ഓക്കെ, സിമ്പിളാണ്. ഈ പറഞ്ഞ 3 കണ്ടീഷൻസ് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. ജനറൽ സൊല്യൂഷനായിട്ട് ബൈഹാർട്ട് ചെയ്യുക. ആ ജനറൽ സൊല്യൂഷനിൽ ബൗണ്ടറി കണ്ടീഷൻസ് ആദ്യം കൊടുക്കുക, ദെൻ ഇനീഷ്യൽ കണ്ടീഷൻ. ഇത്രയേ ഉള്ളൂ. ദെൻ അടുത്തത്, എ ഹോമോജീനിയസ് റോഡ് ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയൽ ഓഫ് ലെങ്ത് 100 cm has its ends kept at 0 temperature and the temperature initially is u of x0 equal to x when 0ക്കും എവിടെ 0ക്കും എക്സിനും ഇടയിൽ, അതായത് 0ക്കും 50ക്കും ഇടയിൽ എക്സ് വാല്യൂ വരുമ്പോഴാണ് യു ഓഫ് എക്സ് സീറോയുടെ വാല്യൂ എക്സ് ആയിട്ട് വരുന്നത്. 50ക്കും 100നും ഇടയിലാണെങ്കിൽ യു ഓഫ് എക്സ് സീറോയുടെ വാല്യൂ എന്താണ്, 100 മൈനസ് എക്സ് ആണ്. ഫൈൻഡ് ദ ടെമ്പറേച്ചർ യു ഓഫ് എക്സ് ടി അറ്റ് എനി ടൈം. അപ്പോൾ അതിൻ്റെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഹോമോജീനിയസ് റോഡ് ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയൽ ഓഫ് ലെങ്ത് 100 cm ഹാസ് ഇറ്റ്സ് എൻഡ്സ് കെപ്റ്റ് അറ്റ് 0 temperature മീൻസ് രണ്ട് സൈഡും എന്താണ്, ഇൻസുലേറ്റഡ് ആണ്, അതായത് അതിൻ്റെ ടെമ്പറേച്ചർ 0 ആണ്. ആൻഡ് ദ ടെമ്പറേച്ചർ ഇനീഷ്യലി മീൻസ് ഈ പറഞ്ഞിരിക്കുന്ന സാധനമാണ് എന്ത്, നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് എഴുതി വെക്കുക. അതിന് മുമ്പ് ഇക്വേഷൻ എന്താ, ദ ടെമ്പറേച്ചർ യു ഓഫ് എക്സ് ടി അലോങ് ദ റോഡ് സാറ്റിസ്ഫൈങ് ദ ഹീറ്റ് ഇക്വേഷൻ എന്താ പറയുക, ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടുന്ന എന്താ, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കുക. തന്നിരിക്കുന്നവർ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ. ഒന്നാമത്തെ കണ്ടീഷൻ യു ഓഫ് 0 ടി ഈക്വൽ ടു 0. രണ്ടാമത്തെ കണ്ടീഷൻ യു ഓഫ് എൽ ടി അല്ലെങ്കിൽ 100ലാണ് ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ ഈ റോഡ് എടുത്തു കഴിഞ്ഞാൽ റോഡിൻ്റെ ഒരു പൊസിഷൻ 0യും മറ്റേ പൊസിഷൻ എന്താ 100 ആണ് ലെങ്ത്ത്. അപ്പോൾ ഇവിടുത്തെ യു ഓഫ് 0 ടി ഏത് ടൈം എടുത്തു കഴിഞ്ഞാലും, അതുപോലെ ഇവിടുത്തെ യു ഓഫ് 100, ടി ഇത് രണ്ടും എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അതാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്, ബൗണ്ടറി കണ്ടീഷൻ. ഇനി ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇതിന് ഇക്വേഷൻ 2 എന്ന് വിളിക്കുന്നു. ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ യു ഓഫ് എക്സ് 0 എന്ന് തന്നെ തന്നിട്ടുണ്ട്, അതിന് ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 0 to 50 വരെ എക്സും 50 to 100 100 മൈനസ് എക്സും ആണ്. ഓക്കെ, ദെൻ നമ്മുടെ സാധാ രീതിയിലുള്ള മെത്തേഡ് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 1 എന്ന് പറയുന്നത് C1 cos പി എക്സ് പ്ലസ് C2 sin പി എക്സ് ഇൻറ്റു ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി. നേരത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കമ്പയർ ചെയ്ത് നേരത്തെ തന്നിരിക്കുന്ന ഡയറക്റ്റ് ഇക്വേഷൻ എന്ത് തന്നെയാണ്, ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഏത് ഫോമിൽ തന്നെയാണ്, ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു നേരത്തെ തന്നത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് നേരത്തെ പ്രോബ്ലത്തിൽ. അതുകൊണ്ടാണ് ഞാൻ സിയുടെ വാല്യൂ സി സ്ക്വയർ 1 ആകുമ്പോൾ സി എന്തായിട്ട് എടുക്കുന്നു, 1 ആയിട്ട് ചൂസ് ചെയ്യുന്നത് മാത്രം നേരത്തെ പ്രോബ്ലത്തിൽ. ഇവിടെ ജനറൽ ആയിട്ട് ഒന്നും പറയാത്തതുകൊണ്ട് എന്തായിരുന്നു എടുക്കണം, നമ്മളെ ജനറൽ സൊല്യൂഷൻ ജനറൽ ഇക്വേഷൻ തന്നെ എടുക്കുക. ഓക്കെ, ജനറൽ ഇക്വേഷൻ എന്താ, ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, C1 cos പി എക്സ് പ്ലസ് C2 sin പി എക്സ് ഇൻറ്റു ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി. ദെൻ നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് കൊടുക്കുന്നു. ആദ്യം യു ഓഫ് 0 ടി എടുക്കുന്നു, എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക. എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പം എന്ത് വരും, യു ഓഫ് ഈ പറഞ്ഞ ഇക്വേഷനിൽ യു ഓഫ് 0 ടി ദാറ്റ് ഇസ് ഈക്വൽ ടു C1 cos 0 ഇൻറ്റു പി 0 പ്ലസ് C2 ഇൻറ്റു സൈൻ 0 എന്താ പറയുക 0 ഇൻറ്റു ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി തന്നെയാണ്. സോ ഈ സൈൻ ടേം അങ്ങ് പോവും, കോസ് 0 എന്ന് പറയുന്നത് 1 ആയി. സോ C1 മാത്രം വരും. പുറത്ത് ഔട്ട് സൈഡ് എന്തുണ്ട്, ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഈ ടേം ഒരു കാരണവശാലും 0 ആവില്ല. സോ ഓൺലി പോസിബിലിറ്റി എന്ന് പറയുന്നത് C1 ഈക്വൽ ടു 0. C1 ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മളെ ജനറൽ ഇക്വേഷൻ 4 എങ്ങനെ മാറും, ദെർഫോർ
4 ഇംപ്ലൈസ് എങ്ങനെ വരും യു ഓഫ് എക്സ് ടി ഈക്വൽ ടു C1 പോയി കംപ്ലീറ്റ് ആയിട്ട്. സോ ഓൺലി പോസിബിലിറ്റി എന്ത് മാത്രം C2 സൈൻ പി എക്സ് ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി. ദെൻ അടുത്തത് എന്ത് വരും? അടുത്തത് രണ്ടാമത്തെ കണ്ടീഷൻ കൊടുക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? യു ഓഫ് 100t ഈക്വൽ ടു 0 ആണ്. സോ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ യു ഓഫ് 100t കൊടുത്തു കഴിഞ്ഞാൽ യു ഓഫ് 100t ദാറ്റ് ഈസ് ഈക്വൽ ടു C2 സൈൻ പി ഇൻറ്റു 100 ഇൻറ്റു എന്തുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതാൻ പോകുന്നത്. C2 ഇൻറ്റു സൈൻ പി ഇൻറ്റു 100 ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി ഈക്വൽ ടു 0 ആണ്. C2 ഒരു കാരണവശാലും 0 ആവില്ല. അതുപോലെ ഈ ടേമും 0 ആവില്ല. ഓൺലി പോസിബിലിറ്റി എന്ത് മാത്രം? സൈൻ പി ഇൻറ്റു 100 0 ആവാം. സൈൻ പി ഇൻറ്റു 100 0 ആവണമെങ്കിൽ പി ഇൻറ്റു 100 എന്തായേ പറ്റൂ? എൻ പൈ ആയേ പറ്റൂ. സോ പി ഈസ് ഈക്വൽ ടു എൻ പൈ ബൈ 100 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പിയുടെ വാല്യൂ കിട്ടി. ആ പറഞ്ഞിരിക്കുന്ന പിയുടെ വാല്യൂ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇക്വേഷൻ 5 എന്നാണ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇക്വേഷൻ 5 വീണ്ടും റെഡ്യൂസ് ആവും. ഇക്വേഷൻ 5 ഇംപ്ലൈസ് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു C2 സൈൻ പി എക്സ് ഇ പവർ മൈനസ് സി സ്ക്വയർ പൈ സ്ക്വയർ ടി ആണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? സോറി, സി സ്ക്വയർ പി സ്ക്വയർ ടി ആണ്. അവിടെ പിയുടെ വാല്യൂ എൻ പൈ ബൈ 100. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ C2 സൈൻ എൻ പൈ ബൈ 100 ഇൻറ്റു എക്സ് ഇ പവർ മൈനസ് ഓഫ് എന്താണ്? പി സ്ക്വയർ അല്ലേ? പി സ്ക്വയർ സി സ്ക്വയർ ആണ്. അപ്പോൾ സിയും പിയും കൂടി എന്താക്കി? സി പി ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ. സോ സി ഇൻറ്റു പിയുടെ വാല്യൂ എന്താ? സിയുടെ വാല്യൂ എൻ പൈ ബൈ 100. സോ അതാണ് ഇവിടെ ഇങ്ങനെ ഹോൾ സ്ക്വയർ ആയിട്ട് മാറിയത്. സോ ഇ പവർ മൈനസ് ഓഫ് സി ഇൻറ്റു എൻ ഇൻറ്റു പൈ ബൈ 100 ഹോൾ സ്ക്വയർ ടി. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ കൊടുക്കുക. സിമ്പിളാണ്. അടുത്ത കണ്ടീഷൻ എന്താ? അടുത്ത കണ്ടീഷൻ യു ഓഫ് എക്സ് 0. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറലായിട്ട് കിട്ടുന്ന ഇക്വേഷൻ. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷന് n മാറുന്നതിനനുസരിച്ചിട്ട് ഓരോരോ സൊല്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കും. സോ ആ സൊല്യൂഷൻ വരുന്നത് കൊണ്ട് അതിന് ഞാൻ എന്ത് വിളിക്കും? BN എന്ന് വിളിക്കും. ആ BN-ന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടും. സോ ആ സൊല്യൂഷൻസ് ഒക്കെ സം ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷനായി. അതാണ് യു ഓഫ് എക്സ് ടി. മാറിപ്പോയത്. യു ഓഫ് എക്സ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to infinity BN ഇൻറ്റു സൈൻ എൻ പൈ ബൈ 100 ഇൻറ്റു എക്സ് ഇ പവർ മൈനസ് സി എൻ പൈ ബൈ 100 ഹോൾ സ്ക്വയർ ടി. ഓക്കെ, ഇതാണ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇത് സെയിം തന്നെയാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസിങ് 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്? യു ഓഫ് എക്സ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ആ എഫ് സോറി, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ എന്താ വരിക? ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? അതായത് ഈ പറഞ്ഞിരിക്കുന്ന ടേമിൽ നമ്മൾ എന്ത് കൊടുക്കുക? ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ 6 മാറുന്നത് മാത്രം നോക്കുക. ഇക്വേഷൻ 6-ൽ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ യു ഓഫ് എക്സ് 0 ഈക്വൽ ടു നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ എക്സ് 0 എന്നുള്ള ഫോമിലേക്ക് വരുമ്പോൾ ടി ഈക്വൽ ടു എന്ത് കൊടുക്കുക? ഈ ഇക്വേഷൻ 6-ൽ ടി ഈക്വൽ ടു 0 കൊടുക്കുക. സോ എന്തായിട്ട് മാറും? സിഗ്മ n ഈക്വൽ ടു 1 to infinity BN ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ 100 ഇൻറ്റു എന്തുണ്ടാവും? ഇ പവർ മൈനസ് സി എൻ പൈ ബൈ 100 ഹോൾ സ്ക്വയർ ഇൻറ്റു 0. അഗെയിൻ ഇ പവർ മൈനസ് 0 എന്താണ്? ഇ പവർ 0 ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 1 ആണ്. സോ ആ ടേം അവിടെ ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത് പേര് ഫോമിലായി. ഇതിപ്പം വരുന്നത് നമ്മുടെ ഹാഫ് റേഞ്ച് സൈൻ സീരീസിൻ്റെ ഫോമാണ്. അവിടെ BN-ന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക? BN ഇസ് ഈക്വൽ ടു 2/L. 2/L-ൽ L എന്ന് പറയുന്നത് എന്താ? 100 ആണ്. സോ 2/100 ഇൻറ്റഗ്രൽ 0 to 100 എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ ബൈ 100 ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി ഈ പറഞ്ഞ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് ആണ്. ഇനീഷ്യൽ കണ്ടീഷൻ എന്താ? അത് 0 to 50 വരെ എക്സും 50 to 100 100 മൈനസ് എക്സും ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയാൽ ഈ പറഞ്ഞ സാധനത്തിന് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂല. ഡയറക്റ്റ് ഒറ്റയടിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. 0 to 100 എഫ് ഓഫ് എക്സിന് ഒരേ വാല്യൂ അല്ല. സോ ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഫോറിയറിലൊക്കെ ചെയ്തത് മാത്രം ഇതിനെ സ്പ്ലിറ്റ് ചെയ്തേക്കാം. ഇതിലെന്താക്കുക? 2/100 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 50 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് 100 മൈനസ് എക്സ് ആണ് അല്ലേ? എക്സ് എവിടെ? 0-ക്കും എക്സ് ലെസ് ദാൻ 50-ക്കും ഇടയിലാകുമ്പോൾ 100. എക്സ് 50-ക്കും 100-നും ഇടയിലാകുമ്പോൾ 100 മൈനസ് എക്സ്. ഇതാണ് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ്. സോ 0 to 50 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. സോ എക്സ് ഇൻറ്റു സൈൻ
n pi x by 100 dx plus 50 to 100 100 minus x into sin n pi x by 100 into dx. ഓക്കെ, ഇവിടെ ഒന്നിക്കും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം, അല്ലെങ്കിൽ എന്താ വഴി, നിങ്ങൾ ഓരോ ഇതിലും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ അപ്ലൈ ചെയ്ത് ചെയ്യണം. അതിനെക്കാട്ടും നല്ലത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന ഇൻ്റഗ്രൽ എഫ് ഇൻറ്റു ജി. എന്ത് ചെയ്യാം, ഇൻ്റഗ്രൽ എഫ് ഇൻറ്റു ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ജി മൈനസ് എഫ് ഡാഷ് ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ജി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നില്ലേ, ആ ഇക്വേഷൻ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അതായത് ഇൻ്റഗ്രൽ എഫ് ഇൻറ്റു ജി ഈക്വൽ ടു എഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ജി മൈനസ് എഫ് ഡാഷ് ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ജി പ്ലസ് ഇങ്ങനെ പോകും എഫ് ഡബിൾ ഡാഷ് ഇൻറ്റു എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് നമ്മൾ എഫിന് പകരം എക്സും ജിക്ക് പകരം സൈൻ എൻ പൈ എക്സും ആദ്യത്തെ കേസിലെടുക്കുക, രണ്ടാമത്തേൽ 100 മൈനസ് എക്സ് എഫ് ആയിട്ടും മറ്റേത് ജി ആയിട്ട് എടുത്തിട്ട് ചെയ്യാം. സോ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എൻ പൈ എക്സ് ബൈ 100 എന്ന് പറഞ്ഞാൽ സൈനിൻ്റെത് മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ 100 ഡിവൈഡഡ് ബൈ ഈ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റൻറ്റ് ഏതാത് എൻ പൈ ബൈ 100 എന്ന് പറഞ്ഞ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ അടുത്തത് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ, 1 ആണ്. സോ മൈനസ് ഡെറിവേറ്റീവ് എക്സ് എന്ന് പറയുന്നത് 1 ഇൻറ്റു ഈ പറഞ്ഞിരിക്കുന്ന ടേം. ഒരുപാട് ആൾക്കാർ അസൈൻമെൻറ്റിൽ വരുത്തിയൊരു മിസ്റ്റേക്കാണ്, ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ ടേമിനെയാണ് നമ്മൾ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഒരു എൻ പൈ ബൈ 100 ഓൾറെഡി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ആ ഒരു ടേം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഈ ഒരു ടേം മാത്രം രണ്ടാമത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇതെന്ന് പറയുമ്പം ഓൾറെഡി 1 ബൈ എന്തുണ്ടാവും, മൈനസ് 1 ഇൻറ്റു 1 ബൈ എൻ പൈ ബൈ 100 എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ഒരു കോൺസ്റ്റൻ്റ് അവിടെ ഉണ്ട്. ഓക്കെ, ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ 100 ആണല്ലോ വരിക ഇൻ്റഗ്രേറ്റ് ചെയ്താൽ. ഓക്കെ അല്ല, ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഇതെന്തായിട്ട് മാറും, ഇതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻ്റഗ്രൽ വാല്യൂ എന്താവും, ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് സൈൻ എൻ പൈ എക്സ് ബൈ 100 ഹോൾ ഡിവൈഡഡ് ബൈ വീണ്ടും എന്തുണ്ട്, ഇതിൻ്റെ കൂടെയുള്ള ഒരു എൻ പൈ ബൈ 100 കൂടി വരും. അപ്പോൾ 2 എൻ പൈ ബൈ 100 ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, എൻ പൈ ബൈ 100 ഹോൾ സ്ക്വയർ ആയി. ഇത് അപ്പർ ടു ലോവർ ലിമിറ്റ് എത്രയാണ്, 50 to 100 50 to 0 എന്നുള്ള രീതിയിൽ കൊടുക്കാം. ദെൻ അടുത്തത് ഇതേപോലെ തന്നെ വീണ്ടും 100 മൈനസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എൻ പൈ എക്സ് ബൈ എക്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ വീണ്ടും ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 100 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ 100ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അതാണ് -1 ആയിട്ട് മാറുക. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. മൈനസ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ്, അതായത് മൈനസ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് 100 മൈനസ് എക്സ് ആണ്. ഓക്കെ, 100ൻ്റെത് 0, സോ മൈനസ് ഓഫ് 0 മൈനസ് 1ൻ്റെത് 1, സോ 0 മൈനസ് മൈനസ് ഓഫ് 1 എന്നുള്ള രൂപത്തിലേക്ക് വരും. ബാക്കി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ടേം അതുപോലെ ഇവിടെ വരും. ഓക്കെ, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ്, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റൊക്കെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ വരിക, 0 കൊടുക്കുന്ന സമയത്ത് ഈ ടേം എന്തായിപ്പോ അങ്ങ് ക്യാൻസൽ ആയിപ്പോ. ഓക്കെ, ഇനി 50 ആണ് കൊടുക്കുന്നതെങ്കിലോ 50 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് കോസ് എൻ പൈ ബൈ 100 ഇൻറ്റു ലിമിറ്റ് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓരോ ടേമായിട്ട് നിങ്ങളിങ്ങനെ കൊടുത്തു നോക്കുക. അപ്പോൾ എക്സ് കൊടുക്കുന്ന സമയത്ത് ഈ ടേം എന്തായി, എക്സിക്കൽ 0 കൊടുക്കുന്ന സമയത്ത് ഒരു ടേം ഇപ്പുറം ക്യാൻസൽ ആവും, രണ്ടാമത്തെ ടേമും ക്യാൻസൽ ആവും. ജസ്റ്റ് 50യും ഈ പറഞ്ഞിരിക്കുന്ന ടേമും മാത്രം നിങ്ങൾക്ക് കൊടുക്കാനുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ജസ്റ്റ് ഒന്ന് കൊടുക്കണം. കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നത് തൽക്കാലം ഞാനിവിടെ ചെയ്യുന്നില്ല. ഇപ്പോൾ വാല്യൂസ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്ത് കിട്ടും, ഈ പറയുന്ന ഈ ബി എന്ന് പറയുന്ന ഇക്വേഷനിൽ എന്ത് കൊടുക്കുക, വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസിൽ അപ്പർ ലിമിറ്റ് 50 ആൻഡ് ലോവർ ലിമിറ്റ് 0 ആണ്. രണ്ടാമത്തെ കേസിൽ അപ്പർ ലിമിറ്റ് 100ഉം ലോവർ ലിമിറ്റ് 50 ആണ്. അത് ഓരോ വാല്യൂസ് ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന എക്സിൻ്റെ സ്ഥാനത്ത് 50ഉം 0ഉം ഫസ്റ്റത്തെ ഇൻ്റഗ്രൽ കൊടുക്കുക, രണ്ടാമത്തെ ഇൻ്റഗ്രൽ ആദ്യം 100 കൊടുക്കുക, ദെൻ 50 കൊടുക്കുക. ഇതിങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഇത് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം നോക്കുക, 50 ഇൻറ്റു കോസ് എൻ പൈ 50 ബൈ 100. അങ്ങനെ ഓരോ ടേംസ് നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതെന്താവും, ഇത് 50ഉം 100ഉം കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 എന്നുള്ള ഫോമിലേക്ക് വരും. സോ എൻ പൈ ബൈ 2 എന്ന് വരും. അതുപോലെ സൈനിൻ്റെ കേസ് എന്തായിട്ട് മാറും, സൈനിൻ്റെ കേസ് എന്ന് പറയുന്നത് മൈനസ് സൈൻ
n π/2 എന്നുള്ള ഫോമിലേക്ക് വരും. ഓക്കെ, അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് 0 വാല്യൂസ് ഒക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ 0 ആയി പോകുന്ന ടേം എന്ന് പറയുന്നത് ഏതൊക്കെയാണോ? ഇതിൽ ഏതൊക്കെ 0 ആയി പോകും? ഈ പറഞ്ഞിരിക്കുന്ന ടേം കംപ്ലീറ്റ് ആയിട്ട് എന്താവും? 0 ആവും. അതുപോലെ ഇവിടെ 100ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ nπ അതിൻ്റെ വാല്യൂ എത്ര തന്നെയാണ്? 0 ആണ്. സോ ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആവും. ദെൻ ഇപ്പുറം നോക്കുന്ന സമയത്ത് ഈ ടേം ഒന്നും കൂടി നോക്കുക. ഈ ടേം നോക്കുന്ന സമയത്ത് എന്ത് വരും? ഇവിടെ 0 ഇൻറ്റു എന്നാണ്, അതുകൊണ്ട് ഈ ടേം 0 ആയി പോകും. അഗെയിൻ -1 ഇൻറ്റു നെഗറ്റീവ് സൈൻ nπ ഇൻറ്റു 0, അപ്പോൾ സൈൻ 0, ഈ ടേം എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ രണ്ട് ടേം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി റിമൈനിങ് ടേം ജസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ എഴുതി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ടേം, അതുപോലെ ഇവിടെ എന്തുണ്ട്? വേറൊരു ടേം. സോ ഇതെന്താണ് വരിക? ഇത് നെഗറ്റീവ്, ഇതും നെഗറ്റീവ്. സോ ഈ രണ്ട് ടേംസ് തമ്മിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് സമപ്പ് ചെയ്യുക. ദെൻ അതുപോലെ ഇപ്പുറത്തെ ടേമും ഇതേപോലെ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞിരിക്കുന്ന ടേമും ജസ്റ്റ് എന്ത് ചെയ്യുക? ജസ്റ്റ് എന്തായി പോവും? ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ജസ്റ്റ് ഒന്ന് രണ്ടും എന്താവും? ക്യാൻസൽ ചെയ്യും. എന്നിട്ട് റിമൈനിങ് ആയിട്ട് വരുന്നത് നമ്മൾ ഓഡ് ഓർ ഈവൺ എന്നുള്ളൊരു കൺസെപ്റ്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്ത് എഴുതി വെക്കുക. ദാറ്റ് ഈസ് 50 ഇൻറ്റു 2 ഇൻറ്റു എന്ത് വരും? -cos nπ/2 ഡിവൈഡഡ് ബൈ nπ/2. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എഴുതി വെക്കുക. ഇത്ര മാത്രമാണ് നമുക്ക് സിംപ്ലിഫിക്കേഷൻ നടക്കുക. കുറച്ച് ലെങ്തി ആയ പ്രോബ്ലം ആണ്. ഈ പറഞ്ഞ പോലെ ഇൻ്റഗ്രൽ വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിന് വേറെ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം മാറ്റണമെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്നിൻ്റെ വാല്യൂ ഓഡ് ഈവണിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ വാല്യൂ ചെയ്യുക. സോ ഇത്ര വരെ തൽക്കാലം എഴുതി വെച്ചാൽ നമുക്ക് എന്തായി? അതിൻ്റെ ആൻസറായി. ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ നമുക്ക് വേവ് ഇക്വേഷനിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു? മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഡി ആലംബേഴ്സ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് വേവ് ഇക്വേഷന് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കാതെ വേറൊരു രീതിയിൽ കണ്ടുപിടിക്കുന്ന ഒരു സൊല്യൂഷനാണ് ഡി ആലംബേഴ്സ് സൊല്യൂഷൻ. നമ്മൾ അത് വെച്ചിട്ട് അധികം പ്രോബ്ലം ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഫിസിക്കൽ കേസിൽ നമുക്ക് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ വെച്ചിട്ട് കിട്ടുന്ന സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക ഏതിൻ്റെ കേസിലാണ്? നമ്മൾ ഡി ആലംബേഴ്സ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ വരുന്നത് ഡി ആലംബേഴ്സിൻ്റെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ നമുക്ക് ജസ്റ്റ് ആ ഡി ആലംബേഴ്സ് സൊല്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്യുന്നത് മാത്രമേ പഠിക്കാനുള്ളൂ. സോ കുറച്ച് ഡെറിവേഷനാണ്, കുറച്ച് ലെങ്തി ആയ ഡെറിവേഷനാണ്. ജസ്റ്റ് മനസ്സിലാക്കി അതുപോലെ അങ്ങ് പഠിക്കാം. ഓക്കെ, സോ അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 2ൻ്റെ ഭാഗമായിട്ടുള്ള മൊഡ്യൂൾ 2ൻ്റെ ലാസ്റ്റ് പാർട്ടാണ് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ. അതാണ് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓൾറെഡി സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ ഏത് വെച്ചിട്ട് കണ്ടു? മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്തിട്ട് നമുക്ക് കിട്ടി അല്ലേ? ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നത് C1 cos px + C2 sin px എന്ന് തുടങ്ങുന്ന ആ റിലേഷൻ നമുക്ക് സാധാ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വേരിയബിൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് അതേ ഇക്വേഷൻ, അതായത് നമ്മൾ UXX C² × UTT എന്ന് പറയുന്ന ആ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ വേറൊരു മെത്തേഡ് ഡി ആലംബേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അയാളെ രീതിയിൽ ആ സൊല്യൂഷൻ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഡി ആലംബേഴ്സ് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്കറിയാം വേവ് ഇക്വേഷൻ എന്താ? വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് ∂2u/∂t² = C² × ∂2u/∂x². ചില ടെക്സ്റ്റിൽ ഇത് തിരിച്ചിട്ടും പറയും. അതായത് ഈ രൂപത്തിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? C² × UTT = UXX എന്നും കൊടുക്കും. അപ്പം നമ്മളെടുക്കുന്ന സിയുടെ കേസിൽ അവർ 1/c ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ചില ടെക്സ്റ്റിൽ അങ്ങനെ കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ബോധർ ചെയ്യേണ്ട. നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് തന്നെ പഠിച്ചു വെച്ചേക്കാം. CX കൂടെ തന്നെയാണെന്നുള്ളത് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then നമ്മൾ the solution of wave equation can be obtained by introducing the new independent variable v and z defined by v = x + ct and z = x - ct. അപ്പോൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് എന്തറിയാം? u എന്ന് പറയുന്നത് എക്സിൻ്റെയും ടിയുടെയും ഫംഗ്ഷൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന u എന്ന് പറയുന്ന എക്സിൻ്റെയും ടിയുടെയും ഫംഗ്ഷനായ അതിലേക്ക് ഞാൻ പുതിയ രണ്ട് റാൻഡം വേരിയബിൾസ് അല്ലെങ്കിൽ പുതിയ രണ്ട് ആർബിട്രറി വേരിയബിൾസിനെ അസ്യൂം ചെയ്യുകയാണ്.
ഏതൊക്കെയാണ് വേരിയബിൾ? വി എന്ന് പറയുന്ന ഒരു വേരിയബിളും സെഡ് എന്ന് പറയുന്ന വേരിയബിളും. വി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? എക്സ് പ്ലസ് സി ടി എന്ന് പറയുന്ന ഒരു വേരിയബിളും അതുപോലെ സെഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് സി ടി എന്ന് പറയുന്ന ഡിആലംബസിന്റെ ഏറ്റവും ബേസ് ആയ സ്റ്റെപ്പാണിത്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, കാരണം കുറച്ച് കൺഫ്യൂഷൻ ആവുന്ന, കുറച്ച് കൺസ്ട്രക്റ്റീവ് ആയിട്ട് പോകുന്ന ഒരു പ്രൂഫായത്. പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് 2 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന പ്രോബ്ലം സൊല്യൂഷനാണിത്. ഓക്കെ, അപ്പോൾ വി ഇസിക്കൽ ടു എക്സ് പ്ലസ് സി ടി ആൻഡ് സെഡ് ഇസിക്കൽ ടു എക്സ് മൈനസ് സി ടി എന്ന് പറയുന്ന പുതിയ 2 വേരിയബിളിൽ അല്ലെങ്കിൽ പുതിയ 2 ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഫോമിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മളെ എക്സിനെയും ടീനെയും മാറ്റി ചെയ്താണ്. ഓക്കെ, എക്സിനെയും ടീനെയും ഉപയോഗിച്ചുകൊണ്ട് പുതിയ 2 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് യുക്കും അതായത് യുവിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവിനൊക്കെ എന്ത് വരുന്നുണ്ടാവും? ചേഞ്ച് വരുന്നുണ്ടാവും. ആ ചേഞ്ച് ഇവിടെ കണ്ടുപിടിച്ച ഉത്തരമായി. ഓക്കെ, അത്ര ചെയ്യാണല്ലോ. അപ്പോൾ ആ ചേഞ്ച് എങ്ങനെ വരും നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വേണം? നമ്മൾ എക്സും സി ടിയും ഉള്ള പുതിയൊരു വേരിയബിളിന്റെ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തൊക്കെ മാറേണ്ടി വരും? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയറും മാറണം. അപ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന്റെ വാല്യൂ നമ്മൾ വിന്റെയും സെഡിന്റെയും ടേമിൽ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കാണണമെങ്കിൽ ഞാൻ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കാണാൻ നോക്കാം. നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന യു എന്ന് പറയുന്നത് എക്സിൻ്റെയും ടീൻ്റെയും ഫംഗ്ഷനാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഈ പറഞ്ഞിരിക്കുന്ന വി എന്ന് പറയുന്നത് എക്സ് മൈനസ് സി ടിയും അതുപോലെ സെഡ് എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ടിയും സെഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് സി ടിയും ആക്കുമ്പം ഈ പറഞ്ഞിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ ഓഫ് എന്തായിട്ട് മാറും? ഫംഗ്ഷൻ ഓഫ് വി ആൻഡ് സെഡ് എന്നുള്ള രൂപത്തിലേക്ക് മാറും. അതുപോലെ ടിയും ഇതുപോലെ തന്നെ മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും യു എന്ന് പറയുന്നത് എക്സിൻ്റെയും ടീൻ്റെയും ഫംഗ്ഷൻ ആയിരുന്നു നമ്മൾ ആദ്യമേ എടുത്തിട്ടുണ്ടായത്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഡിആലംബസ് കൺസിഡർ ചെയ്തത് എങ്ങനെയാണ്? എക്സിനും ടീനെയും ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? പുതിയ വേരിയബിൾ ഉണ്ടാക്കി. അപ്പോൾ എക്സും ടിയും മാറുന്നതിന് പകരം സ്വാഭാവികമായിട്ട് എന്താ മാറുക? നമ്മൾ ഈ പുതിയ വേരിയബിൾ അല്ലേ മാറുക. ആ പുതിയ വേരിയബിൾ ഏതൊക്കെയാണ്? വിയും സെഡും ആണ്. അതായത് യു എന്ന് പറയുന്നത് എക്സിൻ്റെയും ടീൻ്റെയും ഫംഗ്ഷൻ ആയിരുന്നു ഉണ്ടായത്. പക്ഷെ 2 പുതിയ വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി യു എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി? വിനെയും അതുപോലെ സെഡിനെയും ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ വിനെയും സെഡിനെയും ഡിപ്പെൻഡ് ചെയ്യുമ്പം നമുക്കറിയാം പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്കറിയില്ലേ? ചെയിൻ റൂൾ അറിയില്ലേ? എങ്ങനെ ചെയിൻ റൂള്? അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. യു എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ വേരിയബിൾ ആണ്? നമ്മളെ വിൻ്റെയും സെഡിൻ്റെയും ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഈ വിയും സെഡും ശരിക്കും എന്തിൻ്റെയാണ്? വിയും സെഡ് എന്ന് പറയുന്നത് നമ്മുടെ എക്സിൻ്റെയും അതുപോലെ ടിയുടെയും ഫംഗ്ഷനാണ് അല്ലേ? എക്സിൻ്റെയും ടിൻ്റെയും ഫംഗ്ഷനാണ് വിയും സെഡും. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡോ യു ബൈ ഡോ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ചെയിൻ റൂൾ എല്ലാവരും പഠിച്ചല്ലേ? എങ്ങനെ വരിക? ഇവിടെ ഡോ യു ബൈ ഡോ വി, ഇവിടെ എന്ത് വരും? ഡോ വി ബൈ ഡോ എക്സ്, ഇവിടെ ഡോ വി ബൈ ഡോ ടി, ദെൻ ഇവിടെ എന്ത് വരും? ഡോ യു ബൈ ഡോ സെഡ്, ഇവിടെ എന്ത് വരും? ഇത് ചെയിൻ റൂളിൻ്റെ നിങ്ങൾ കാൽക്കുലസ് പഠിക്കുന്ന സാധനമാണ്. ഓക്കെ, എന്ത് വരും? ഡോ സെഡ് ബൈ ഡോ ടി ആൻഡ് ഡോ സെഡ് ബൈ ഡോ എക്സ്. ഇതാണ് ചെയിൻ റൂൾ നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ യു എന്ന് പറയുന്നത് വിൻ്റെയും സെഡിൻ്റെയും ഫംഗ്ഷനായി. പക്ഷെ വിയും സെഡും ഓൾറെഡി എന്തിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ്? എക്സിൻ്റെയും ടീൻ്റെയും ഫംഗ്ഷനാണ്. സോ നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് കാണണമെങ്കിൽ നമുക്ക് എന്താ വേണ്ട? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഡോ യു ബൈ ഡോ എക്സ് കാണണം. അത് കാണണമെങ്കിൽ ചെയിൻ റൂൾ പ്രകാരം ഈ എക്സിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ട്രീ മാത്രം നോക്കുക. അതായത് ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഇപ്പുറത്ത് വരുന്നത് എന്തായിരിക്കും? ഡോ വി ബൈ ഡോ സെഡ് ഇൻറ്റു എക്സിൽ വരുന്നത് ഡോ സെഡ് ബൈ ഡോ എക്സ്. ഇതാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. അറിയുന്നവരുണ്ടെങ്കിൽ അത് ആ ഫോമിൽ തന്നെ പഠിച്ചു വെച്ചേക്കാം. അല്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ മെത്തേഡ് ജസ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യുക. അതിന് അഥവാ ചെയിൻ റൂൾ അറിയാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത് ഈ വീഡിയോ കേൾക്കുമ്പോൾ സ്വാഭാവികമായും കൺഫ്യൂഷൻ വരും. അത് ജസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ഇൻഫോം ചെയ്യുക. എന്നിട്ട് അത് പഠിച്ചിട്ട് മാത്രം ഈ വീഡിയോ തുറന്ന് കാണുക. ഓക്കെ, ചെയിൻ റൂളിൻ്റെ കുറേ ആപ്ലിക്കേഷൻസ് ഇവിടെ വരുന്നുണ്ട്. അത് അറിയാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്നോട് ചോദിക്കുക, എന്നിട്ടത് പഠിക്കുക. ഓക്കെ, സോ നമ്മൾ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഈ രൂപത്തിലേക്ക് മാറ്റി. ഇനി നമുക്കറിയാം വി എന്ന് പറയുന്നത് എന്താ? വി എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ടി ആണ്. അതുപോലെ സെഡ് എന്ന് പറയുന്നത് എന്താണ്?
എക്സ് മൈനസ് സി ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഡോ വി ബൈ ഡോ എക്സ് എന്തായിരിക്കും? ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് സി ടി വിത്ത് റെസ്പെക്ട് ടു എക്സ് എത്ര വരിക? 1 അല്ലേ? എക്സിൻ്റെത് 1, സി ടീൻ്റെ ഡെറിവേറ്റീവ് 0. സോ ഡോ വി ബൈ ഡോ എക്സിൻ്റെ സ്ഥാനത്ത് 1ഉം അതേപോലെ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് സെഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് സി ടി അല്ല എടുത്താൽ സെഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നു. സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് സി ടി ആണ്. സോ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ഡോ സെഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കുന്ന സമയത്ത് എക്സിൻ്റെത് 1, ഇപ്പുറത്തതിൻ്റെ 0. അപ്പോൾ രണ്ട് വാല്യൂ എന്ത് തന്നെ വരും? രണ്ട് വാല്യൂയും 0 തന്നെ 1 തന്നെ വരും. സോ ആ രണ്ട് വാല്യൂ നമ്മൾ ഡോ യു ബൈ ഡോ എക്സിലേക്ക് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു 1. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇൻറ്റു 1 എന്ന് വരും പ്ലസ് ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു 1 ഓർ സിംപ്ലി നമുക്ക് എന്ത് വിളിക്കാം? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ സെഡ്. ഓക്കെ, ദെൻ തീർന്നിട്ടില്ല, ആലോചിച്ച് നോക്കുക. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സിന് ഒരു സിംപ്ലിഫൈഡ് ഫോം നമുക്ക് കിട്ടിയല്ലേ? എന്ത് ചെയ്താൽ മതി? ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ യു ബൈ ഡോ സെഡ്. ദെൻ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറും കണ്ടുപിടിക്കണം, അതുപോലെ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയറും കണ്ടുപിടിക്കണം. ഓക്കെ, എന്നാലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ അതിന് കൊടുക്കാൻ പോവാണ്. എങ്ങനെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം? ഇതിനൊന്നും കൂടി എന്ത് ചെയ്താൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പറയാം. സോ അതാണ് അതിന് വരുന്നത്. ഡിഫറൻഷിയേറ്റിംഗ് അഗെയിൻ വാട്ട് വി വിൽ ഗെറ്റ് എന്ത് വരും? ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡ് എന്താവും? രണ്ട് സൈഡും ഡോ ബൈ ഡോ എക്സ് എടുക്കുക, അത്രേ ഉള്ളൂ. രണ്ട് സൈഡും ഡോ ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ ഇപ്പുറം എന്താവും? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാവും. ഇപ്പുറത്തെ സൈഡോ? ഇപ്പുറത്തെ സൈഡ് വരിക ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ സെഡ്. ഓക്കെ, ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ യു ബൈ ഡോ സെഡ്. ഇനി നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന ഡോ ബൈ ഡോ എക്സ് ഓഫ് എ പ്ലസ് ബി ഫോമിലുള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പാർഷ്യൽ ഡെറിവേറ്റീവ് സ്പ്ലിറ്റ് ചെയ്ത് കണ്ടൂടെ? അപ്പം അങ്ങനെ കാണുമ്പോൾ എന്ത് വരും? ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്ത് വരും? ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്ത് വരും? അടുത്തത് ഡോ യു ബൈ ഡോ സെഡ് ആണല്ലോ. ഓക്കെ അല്ലേ? ഇനി നോക്കുക, ഈ പറഞ്ഞിരിക്കുന്നത് ഒന്നിക്കിൽ ഇതിനെ വീണ്ടും എന്ത് ചെയ്യുക? ചെയിൻ റൂള് അപ്ലൈ ചെയ്തിട്ട് എത്തിക്കാം. അല്ലെങ്കിലുള്ള മെത്തേഡ് ഇവിടെ നമ്മൾ ഒന്നിക്കിത് ചെയിൻ റൂള് വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡോ വി യു ബൈ ഡോ വി നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ആ ഇക്വേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. പക്ഷെ അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, കൺഫ്യൂഷൻ വരരുത്, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ഒരു വാല്യൂ ഉണ്ട്. എന്താ? അത് ഡോ യു ബൈ ഡോ എക്സ് കാണുന്ന സമയത്ത് ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് അല്ലേ? അപ്പോൾ ഇവിടെ യുക്ക് പകരം എന്താണെന്ന് മാത്രം ഡോ യു ബൈ ഡോ ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ യു ബൈ ഡോ സെഡിനെ ഒരു യു ആയിട്ട് കൺസിഡർ ചെയ്താൽ ഈ ഇക്വേഷൻ തൊട്ട് മുന്നേ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ്. നമുക്കത് എന്ത് കിട്ടിയിട്ടുണ്ട്? തൊട്ട് മുന്നേ ഈ പറഞ്ഞിരിക്കുന്ന ഡോ യു ബൈ ഡോ എക്സിൻ്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? റെഡ്യൂസ്ഡ് ഫോം ഓഫ് ഡോ യു ബൈ ഡോ എക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാം? ഇപ്പം കിട്ടിയിരിക്കുന്നത് സപ്പോസ് ഇത് ഒരു യുയിലുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇതിനെ യു ആയിട്ട് കൺസിഡർ ചെയ്താൽ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ എന്താണ്? ഡോ യു ബൈ ഡോ വി ആണ് അല്ലേ? അപ്പോൾ എന്ത് വരും? ഡോ ബൈ ഡോ വി ഓഫ് യുവിൻ്റെ സ്ഥാനത്ത് എന്താ? ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് പ്ലസ് അടുത്ത് എന്ത് വരും? ഡോ യു ബൈ ഡോ എക്സ് ആണ്. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് യുവിൻ്റെ സ്ഥാനത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ യു ബൈ ഡോ സെഡ്. ആ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം? ഇനി സാധാരണ രീതിയിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇതിപ്പോൾ എന്തായി? എക്സ് അങ്ങ് ഒഴിവായില്ലേ? നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? പുതിയ രണ്ട് വേരിയബിൾ വിയും സെഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എന്ത് ഒഴിവായി പോകണം? എക്സും ടിയും ഒഴിവാവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും എക്സ് വന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഈ ഒരു കൺവേർഷൻ ഉപയോഗിച്ചിട്ട് എല്ലാം ഏത് ഫോമിലേക്ക് മാറ്റിയത്? നമ്മളെ വിൻ്റെയും സെഡിൻ്റെയും ഫോമിലേക്ക് മാറിയത്. ഇപ്പം എന്തായി? ഇപ്പം എക്സ് ഒന്നും ഇല്ലല്ലോ. എക്സ് ഇല്ലാത്ത ഒരു ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ
നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടി. അപ്പോൾ അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ഡോ ബൈ ഡോ വി ഓഫ് ഡോ യു ബൈ ഡോ വി, ദാറ്റ് ഈസ് എന്ത് വരും, ഡോ സ്ക്വയർ യു ബൈ ഡോ വി സ്ക്വയർ. ദെൻ അടുത്ത ടേം എന്താ വരിക, ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെഡ് പ്ലസ് ഇപ്പുറം വരുന്ന സമയത്ത് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ യു ബൈ ഡോ വി ആണ്. സോ അതെന്തായിട്ട് മാറും, ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് ഡോ വി പ്ലസ് അടുത്ത ടേം എന്താവും, ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ യു ബൈ ഡോ സെഡ് മീൻസ് ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെഡ് എന്ന് പറയുന്നതും അതുപോലെ ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് ഡോ വി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഈക്വൽ ആണ്. സോ അതിന് രണ്ടിനും നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തെ ടേമിന് ഡോ വി ഡോ സെഡ് എന്നാക്കാം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താ, ആ സെൻറ്ററിൽ വരുന്ന സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടി സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 2 ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടി, ഡോ സ്ക്വയർ യു ബൈ ഡോ വി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ വൈ ഡോ വി ഡോ സെഡ് പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് സ്ക്വയർ. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്തും കണ്ടുപിടിക്കണം, ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ കണ്ടുപിടിക്കുക. സോ അതേ ഇക്വേഷൻ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ ടി. ഞാൻ നേരത്തെ പറഞ്ഞ ചെയിൻ റൂൾ പ്രകാരമാണ് ഈ പറഞ്ഞ ഡോ യു ബൈ ഡോ ടീൻ്റെ വാല്യൂ നമ്മൾ എഴുതി വെക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്കറിയാം വിയുടെ വാല്യൂ അതുപോലെ സെഡിൻ്റെ വാല്യൂ നമുക്ക് അറിയുന്നതാണ്. വി സിക്കൽ ടു എന്താ വരിക, വി സിക്കൽ ടു എക്സ് പ്ലസ് സി ടി ആണ്. അതുപോലെ നമ്മുടെ സെഡ് സിക്കൽ ടു എന്താണ്, എക്സ് മൈനസ് സി ടി ആണ്. സോ നമുക്ക് എന്ത് വരും, ഡോ വി ബൈ ഡോ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എക്സിൻ്റെ എന്താ 0 പ്ലസ് സി ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ടി എന്താ 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഡോ വി ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ സി കിട്ടും. അതുപോലെ ഡോ സെഡ് ബൈ ഡോ ടി എന്ന് പറഞ്ഞാലോ എന്ത് വരും, എക്സിൻ്റെ 0 മൈനസ് സി ടീൻ്റെത് മൈനസ് സി. ഓക്കെ, അപ്പം എന്ത് കിട്ടി, ഡോ വി ബൈ ഡോ ടിയും കിട്ടി, ഡോ സെഡ് ബൈ ഡോ ടി. ഡോ വി ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ സി ആണ്, ഡോ സെഡ് ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സി ആണ്. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്, നമ്മൾ ഓൾറെഡി വിയും സെറ്റും എക്സ് പ്ലസ് സി ടി സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് സി ടി എന്ന് എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട്. ഓക്കെ, സോ ആ ഇക്വേഷൻ ജസ്റ്റ് എവിടെ എഴുതുക, എന്നിട്ട് അതവിടെ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ മെയിൻ ഇക്വേഷൻ ഡോ യു ബൈ ഡോ ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താവും, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോ യു ബൈ ഡോ വി ഇൻറ്റു സി അല്ല പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് ഇൻറ്റു മൈനസ് സി. രണ്ടിലും എന്ത് കോമൺ ആണ്, സി കോമൺ ആണ്. സോ സി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു സി ഇൻറ്റു ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ സെഡ്. അപ്പോൾ ഇതെന്തേ ആയിട്ടുള്ളൂ, നമ്മുടെ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. എന്തേ കിട്ടിയിട്ടുള്ളൂ, ഡോ യു ബൈ ഡോ ടി. അഗെയിൻ എന്ത് ചെയ്യുക, വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡും ഡോ ബൈ ഡോ ടി എടുക്കുക. ഡോ ബൈ ഡോ ടി എടുക്കുന്ന സമയത്ത് ഈ രൂപത്തിൽ വരും. അഗെയിൻ ഞാൻ നേരത്തെ തൊട്ട് മുന്നത്തെ ഇതിൽ ഡോ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ചെയ്ത അതേ മെത്തേഡ് ഡോ യു ബൈ ഡോ എക്സ് ഇങ്ങനെയാണെങ്കിൽ അവിടുത്തെ യുവിന് പകരം ഞാൻ എന്ത് ചെയ്തു, ഈ വലിയ ഫാക്ടറിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതി വെച്ചത്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്താൽ മതി. ഓക്കെ, ഇവിടെയും നമ്മൾ എന്ത് ഇട്ടിട്ടുണ്ട്, നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഡോ യു ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ സെഡ് ആണ്. സോ അതിനെ വീണ്ടും ഒന്നും കൂടി വിത്ത് റെസ്പെക്ട് ടു ടിയോട് ചെയ്യുമ്പം അഗെയിൻ ഏത് ഫോമിലേക്ക് വരും, ഡോ ബൈ ഡോ ടി ഓഫ് യു ആവുമ്പോൾ സി ഇൻറ്റു ഏത് ഫോം വരും, സി ഇൻറ്റു ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ സെഡ് ആണ്. ഇവിടെ വിക്ക് പകരമുള്ളത് യുക്ക് പകരമുള്ള വാല്യൂ എന്താ, യുവിന് പകരമുള്ളത് ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് ആണ്. സോ ഇവിടുത്തെ യുവിന് പകരം ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി, ഈ പറഞ്ഞ വാല്യൂ കൊടുത്താൽ മതി, സിമ്പിളാണ്. ഓക്കെ, അപ്പം എന്ത് വരും, ഡോ ബൈ ഡോ വി ഓഫ് എന്ത് വരും, യുവിൻ്റെ സ്ഥാനത്തുള്ളത് യുവിൻ്റെ സ്ഥാനത്ത് ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് യുവിൻ്റെ സ്ഥാനത്തുള്ള വാല്യൂ ആണ്. അത് ഇൻറ്റു എന്ത് വരും, ഇൻറ്റു സി. അത് വേണം കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും, ഇവിടെ രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് എടുത്തു എന്നേ ഉള്ളൂ. പ്ലസ് അടുത്ത് എന്ത് വരും, അല്ലെങ്കിൽ നിങ്ങൾ കോമൺ ആയിട്ട് തന്നെ എടുത്താൽ മതി, കൺഫ്യൂഷൻ വേണ്ട. ഇൻറ്റു ഇത് മൈനസ് വരും, ഇൻറ്റു എന്ത് വരും, പുറത്ത് ഔട്ട് സൈഡ് ഒരു സി ഉണ്ടാവും. ഓക്കെ,
സി ഇൻറ്റു എന്നുള്ള രൂപത്തിൽ വരും. സോ മൈനസ് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് യുവിൻ്റെ സ്ഥാനത്തുള്ളത് ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ യു ബൈ ഡോ സെറ്റ്. ദെൻ എന്ത് ചെയ്യുക, ജസ്റ്റ് നേരത്തെ ചെയ്ത മാതിരി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നേരത്തെ കിട്ടിയ പോലെ തന്നെ വരും. എന്താ പറയുക, ഇവിടെ നേരത്തെ കിട്ടിയ എന്തായിരുന്നു, രണ്ടും പോസിറ്റീവ് ആണ്, അവിടെ അങ്ങനെ കിട്ടി. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം എന്താവും, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈംസ് ആവും. -2 ടൈംസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെറ്റ് എന്ന് വരും. ഓക്കെ, അതിൻ്റെ കാരണം എന്താ വരിക, ഇവിടെ എന്തുണ്ട്, ഒരു മൈനസ് വരുന്നുണ്ട്. സോ ഈ പറഞ്ഞിരിക്കുന്ന ടേംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരും, 2 ടൈംസ് ഈ ഇക്വേഷൻ വരും. ഓക്കെ, -2 ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെറ്റ് എന്ന് വരും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് വാല്യൂസും നമ്മൾ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡും നമ്മൾ ഓൾറെഡി കിട്ടിയിരിക്കുന്നത്, ഇതാണ് നമ്മുടെ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ, ഇതാണ് നേരത്തെ കണ്ടുപിടിച്ചതാണ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. രണ്ട് വാല്യൂ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം എന്താ ആലോചിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് വരും, ഈ വാല്യൂ കൊടുക്കുക. വാല്യൂ കൊടുക്കുമ്പോൾ എന്താ കിട്ടുക, വാല്യൂ കൊടുത്തിട്ട് രണ്ട് സൈഡ് ഒരുപോലെയുള്ള ടേം ഉണ്ടോ നോക്കുക. ഒരുപോലെയുള്ള ടേം വരും. ഏതൊക്കെയാത്, സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വി സ്ക്വയർ റൈറ്റ് സൈഡിലും ഉണ്ട് ലെഫ്റ്റ് സൈഡിലും ഉണ്ട്, അത് ക്യാൻസലായി. ദെൻ അടുത്തത് സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ സെറ്റ് സ്ക്വയർ, അഗെയിൻ സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ സെറ്റ് സ്ക്വയർ. ഇക്വേഷന് ഇക്വാലിറ്റിക്ക് അപ്പുറം ഇപ്പുറം രണ്ട് സൈഡായിട്ടുള്ള വരുന്നത്. സോ രണ്ടും എന്താവും, ഇതും ക്യാൻസലായി, ഈ ടേമും ക്യാൻസലായി. സി സ്ക്വയർ ഉണ്ട്, സി സ്ക്വയർ പുറത്ത് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്. ദെൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സി സ്ക്വയർ ആദ്യം തന്നെ അങ്ങ് ക്യാൻസൽ ചെയ്തിട്ടേക്കാം, എന്നാൽ പിന്നെ കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ സി സ്ക്വയർ ജസ്റ്റ് രണ്ട് സൈഡ് കോമൺ ആണ്, ക്യാൻസൽ ചെയ്തു. ദെൻ ഡോ സ്ക്വയർ യു ബൈ ഡോ വി സ്ക്വയർ രണ്ട് സൈഡും ഉണ്ട്, അതുപോലെ ഡോ സ്ക്വയർ യു ബൈ ഡോ സെറ്റ് സ്ക്വയർ രണ്ട് സൈഡും ഉണ്ട്. ദെൻ ആകെ വരുന്നത് എന്താ, -2 ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെറ്റ് ഇസിക്കൽ ടു 2 ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെറ്റ്. അപ്പോൾ ഇതെന്തായിട്ട് മാറും, ഈ പറഞ്ഞിരിക്കുന്നത് ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താവും, 0 വരും. ഓക്കെ, ഡോ സ്ക്വയർ യു ബൈ ഡോ യു ഡോ വി ഡോ സെറ്റ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് ഡോ വി ബൈ ഡോ വൈ, സോ ഡോ യു ബൈ ഡോ വി ഈക്വൽ ടു 0. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് ഞാൻ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഡോ ബൈ ഡോ സെറ്റ് ഓഫ് ഇതെങ്ങനെയാണ്, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഇത് നമുക്ക് കിട്ടാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഫോമിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വേരിയേഷൻ വരുന്നേ ഉള്ളൂ ഫൈനൽ സൊല്യൂഷനിൽ, കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ നമ്മൾ തൽക്കാലം ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ ഈ രൂപത്തിലേക്ക് മാറ്റുന്നു. ഡോ ബൈ ഡോ സെഡ് ഓഫ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ഡോ യു ബൈ ഡോ വി വിത്ത് റെസ്പെക്ട് ടു സെഡ് എന്നുള്ള ഫോമിലേക്ക് നമ്മൾ ആ ഡോ സ്ക്വയർ യു ബൈ ഡോ വി ഡോ സെഡിനെ മാറ്റിയതാണ്. ദെൻ നമുക്ക് എന്ത് വരും, ഈ രണ്ട് സൈഡും എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് എന്തിനെ കൊണ്ട്, സെഡിനെ കൊണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ മുന്നേ ചെയ്തത് മാതിരി ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ചെയ്തൊരു മെത്തേഡ് ഉണ്ട്. എന്താ അത്, ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു 1 വേരിയബിൾ, അതായത് രണ്ട് വേരിയബിൾ എക്സും വൈയും ഉണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന കോൺസ്റ്റൻറ്റിന് എന്തായിട്ട് എടുക്കണം, ഫംഗ്ഷൻ ഓഫ് വൈ ആയിട്ട് ചൂസ് ചെയ്യണം. ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ കോൺസ്റ്റൻറ്റ് എന്തായിരിക്കും, സം ഫംഗ്ഷൻ ഓഫ് വി ആണ്, കാരണം സെഡിൻ്റെയും വിൻ്റെയും ഫംഗ്ഷൻ ആണ് ഇവിടെ ഉള്ളത്. സോ എന്ത് വരും, രണ്ട് സൈഡും ഈ ഡോ ബൈ ഡോ സെഡ് ക്യാൻസൽ ആവുമെന്ന് വിചാരിക്കുക. ഇവിടെ കിട്ടുന്ന കോൺസ്റ്റൻറ്റ് സം ഫംഗ്ഷൻ ഓഫ് വി ആണ്, എച്ച് ഓഫ് വി. അപ്പോൾ ഡോ യു ബൈ ഡോ വി ഇസിക്കൽ ടു എച്ച് ഓഫ് വി. ഇനി എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, നമ്മുടെ മീനിങ് എന്താ, നമ്മുടെ സൊല്യൂഷൻ അല്ല വേണ്ട, യു അല്ല വേണ്ട. അപ്പോൾ യു കിട്ടണ വീണ്ടും എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അഗെയിൻ ഇൻ്റഗ്രേറ്റിംഗ് എന്ത് കിട്ടും, യു ഇസിക്കൽ ടു ഇൻ്റഗ്രൽ എച്ച് ഓഫ് വി ഡി വി വിത്ത് റെസ്പെക്ട് ടു വി ആണ്. സോ ഇതിന് നമുക്ക് ഔട്ട് സൈഡ് എടുക്കലോ ഒന്നും അറിയില്ല, കാരണം എച്ച് ഓഫ് വി എന്ന് പറയുന്ന ഒരു ആർബിട്രറി ഫംഗ്ഷൻ ആണ്. സോ അതിൻ്റെ വാല്യൂ അറിയാത്തടത്തോളം ഇതിൻ്റെ ഇൻ്റഗ്രൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു കാര്യമുണ്ട്, എച്ച് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു വി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇതും എന്ത് തന്നെയായിരിക്കും, സം ഫംഗ്ഷൻ ഓഫ് വി ആയിരിക്കും. എച്ച് ഓഫ് വി എന്ന് പറഞ്ഞാൽ വി മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അതിനെ വിത്ത് റെസ്പെക്ട് ടു വി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും, വി തന്നെയായിരിക്കും, വിയിലുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. പ്ലസ് എന്തുകൊണ്ട്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വി ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് സിക്ക് വരെ എന്ത് കൊടുക്കണം, സം ഫംഗ്ഷൻ ഓഫ് സെഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ,
അപ്പോൾ എന്തായി, നമുക്ക് ഈ സാധനത്തിന് യു ഇസ് ഈക്വൽ ടു സം ഫൈ ഓഫ് വി പ്ലസ് സൈ ഓഫ് സെഡ് എന്നുള്ള ഫോമിൽ എഴുതാം. ഇതിൻ്റെ കാരണം മനസ്സിലാക്കുക, എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് വി ആണ്, വിത്ത് റെസ്പെക്ട് ടു വി ആണ് ഞാൻ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, സം ഫംഗ്ഷൻ ഓഫ് വി ആയിരിക്കും. അതിനെ ഞാൻ എന്ത് വിളിച്ചു, ഫൈ ഓഫ് വി എന്ന് വിളിച്ചു. സോ യു ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് വി പ്ലസ് സൈ ഓഫ് സെഡ്. കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മുടെ എന്ത്, സൈ ഓഫ് സെഡ് ഈസ് ആർബിട്രറി ഫംഗ്ഷൻ ഓഫ് സെഡ് ആൻഡ് ഫൈ ഓഫ് വി ഈസ് എ ആർബിട്രറി ഫംഗ്ഷൻ ഓഫ് വി ആണ്. ഇനി ജസ്റ്റ് നമ്മൾ വിയും സെഡും മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷനായി. ഇത്രയേ വേണ്ടു. സിൻസ് ദ ഇൻ്റഗ്രൽ ഇസ് എ വാല്യൂ ഓഫ് വി, പറഞ്ഞിരിക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഇൻ്റഗ്രൽ എന്താ, സോ എന്ത് വരും, ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് സം ഫംഗ്ഷൻ ഓഫ് വി എന്ന് വിളിക്കുന്നു. അതിൽ വി ഈക്വൽ ടു നമുക്കറിയാം എക്സ് പ്ലസ് സി ടി ആണ്, അതുപോലെ സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് സി ടി ആണ്. അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്മുടെ സൊല്യൂഷൻ ഇത്ര വരെ വേണ്ടു. ഓക്കെ, ഇത്ര വരെ പഠിച്ചാൽ മതി. പിന്നെ ഒരു എക്സ്ട്രാ കണ്ടീഷൻ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിആലംബേഴ്സ് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ. ഇത്രയും പഠിച്ചു വെക്കുക. അപ്പോൾ യു ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് പ്ലസ് സി ടി പ്ലസ് സൈ ഓഫ് എക്സ് മൈനസ് സി ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിആലംബേഴ്സ് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ.